ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരത്ത് BJP കൗൺസിലർ ജീവനൊടുക്കി എന്ന വാർത്തയാണ് വരുന്നത്. അഞ്ജു ജയപ്രകാശ് നമുക്കൊപ്പം ചേരുകയാണ്. അഞ്ജു, എപ്പോഴാണ് ഈ സംഭവം? എന്തൊക്കെയാണ് വിവരങ്ങൾ? തിരുവനന്തപുരം തിരുമല BJP കൗൺസിലർ കെ അനിൽകുമാർ ഓഫീസിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആത്മഹത്യാക്കുറിപ്പിൽ BJPക്കെതിരെ പരാമർശമുണ്ട്. പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടി സംരക്ഷിച്ചില്ലെന്ന് അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുകയാണ്. ദാരുണമായ ഒരു സംഭവത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അനിലുമായി ബന്ധപ്പെട്ട അനിൽ നേതൃത്വം നൽകുന്ന സഹകരണ ബാങ്ക് സാമ്പത്തികമായി തകർന്നിരുന്ന ഒരു കാര്യമുണ്ട്. ആ പാർട്ടി സംരക്ഷിച്ചിരുന്നില്ല എന്ന സൂചന കൂടി അനിൽ ഈ ആത്മഹത്യാക്കുറിപ്പിൽ പങ്കുവെക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിലറാണ്, തിരുമല കൗൺസിലറാണ് ഇപ്പോൾ ഓഫീസിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ള അനിൽകുമാർ എന്ന് പറയുന്നത്. BJPക്കെതിരെ പാർട്ടി സംരക്ഷിച്ചിരുന്നില്ല എന്നുള്ള പരാമർശം ഉൾപ്പെടെ ഇതിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന വിവരം. അനിൽ നേതൃത്വം നൽകിയ സഹകരണ ബാങ്ക് തകർന്നിരുന്നു എന്ന വിവരം കൂടിയുണ്ട്. അഞ്ജു, പറയൂ. അനിൽ വലിയശാല കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റാണ് ഈ തിരുമല അനിൽ കൗൺസിലർ. ഈ ബാങ്ക് സാമ്പത്തികമായി തകർന്നിരുന്നു എന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ചിലർ ആ ബാങ്കിലെത്തി ഇത്തരത്തിൽ തിരിച്ചു പണം നൽകണമെന്ന അടക്കമുള്ള പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നും പോലീസ് പറയുന്നുണ്ട്. അതിൽ പക്ഷെ പാർട്ടിയുടെ സംരക്ഷണമൊന്നും അനിലിന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ മരണത്തിൽ ഒരു പരിശോധനയിൽ ഒരു ആത്മഹത്യാ കുറിപ്പ് കൂടി കിട്ടിയിട്ടുണ്ട് പോലീസിന്. അതിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടെന്നാണ് സൂചനകൾ പുറത്തു വരുന്നത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് തിരുമല കൗൺസിലർ ഓഫീസിൽ ഇദ്ദേഹത്തെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇപ്പോൾ നിലവിൽ BJP പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഓഫീസിന്റെ പരിസരത്തുണ്ട്. ഈ ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞത് പ്രകാരമാണോ മറ്റാരുടെയും പേരുകളുണ്ടോ എന്ന വിവരങ്ങളൊന്നും ഈ നിമിഷം ലഭ്യമല്ല. ഏതായാലും ഈ കാര്യം ഇത്തരത്തിൽ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്നും സാമ്പത്തികമായി പ്രശ്നത്തിലാണോ എന്നുള്ള കാര്യവും പോലീസ് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. അഞ്ജു, ഇത് ഏത് ബാങ്കാണ് അഞ്ജു? വലിയശാല കോഓപ്പറേറ്റീവ് ബാങ്കാണ്. അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു ഇദ്ദേഹം. ആ ബാങ്കുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ പണം തിരികെ ലഭിക്കണം എന്ന് പറഞ്ഞ് ഈ ബാങ്കിൽ ചെന്ന് പ്രശ്നമുണ്ടാക്കുകയും അത്തരത്തിലുള്ള ചില സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ പല തവണയായിട്ട് ഈ കാര്യങ്ങൾ പാർട്ടിയുമായും മറ്റ് ആളുകളുമായിട്ടും ഈ അനിൽ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പാർട്ടിയിൽ നിന്ന് വലിയ തരത്തിലുള്ള സംരക്ഷണമൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ വലിയ മാനസിക പ്രതിസന്ധിയിലായിരുന്നു ഇദ്ദേഹം എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. എന്തായാലും ഈ ആത്മഹത്യാക്കുറിപ്പിൽ ചില പരാമർശങ്ങൾ ഉണ്ട് എന്ന് മാത്രമാണ് നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. മറ്റ് വിശദ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാകുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് രാവിലെയാണ് ഈ ഓഫീസിൽ അദ്ദേഹത്തെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കൗൺസിൽ ഓഫീസിലാണ് തൂങ്ങി മരിച്ചിട്ടുള്ളത്. തിരുമലയാണ്. ഇപ്പോൾ ആളുകളൊക്കെ ഓഫീസിന് ചുറ്റും കൂടി. ഓഫീസ് എന്ന് പറയുമ്പോൾ അത് ഏത് ഓഫീസാണെന്നൊന്ന് വ്യക്തത വരുത്താമോ? ബിനിൽ, തിരുമല കൗൺസിൽ ഓഫീസിലാണ് ഇദ്ദേഹം തൂങ്ങി മരിച്ചത്. ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ തന്നെയാണ് തൂങ്ങി മരിച്ചിരിക്കുന്നത്. തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതിലൊരു ആത്മഹത്യാ കുറിപ്പ് കൂടിയുണ്ട്. ആത്മഹത്യാ കുറിപ്പിലുള്ള ചില കാര്യങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇത്തരത്തിൽ തനിക്ക് സാമ്പത്തികപരമായിട്ടുള്ള ബാങ്കുമായിട്ടുള്ള പ്രശ്നങ്ങളും അത്തരം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്നും അതിൽ തന്നെ ആരും സംരക്ഷിച്ചില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ആത്മഹത്യാ കുറിപ്പിൽ ഉണ്ടെന്നാണ് നിലവിൽ പോലീസ് പറയുന്നത്. എന്തായാലും ആത്മഹത്യാ കുറിപ്പ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ വിശദ വിവരങ്ങളൊക്കെ പോലീസ് ഇപ്പോൾ ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കുന്നതേ ഉള്ളൂ. അഞ്ജു ജയപ്രകാശാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരുമലയിലെ BJP കൗൺസിലർ തൂങ്ങി മരിച്ച നിലയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൗൺസിലർ ഓഫീസിനുള്ളിൽ അദ്ദേഹത്തെ കണ്ടെത്തിയിട്ടുള്ളത്. അഞ്ജു, ഈ ബാങ്ക് സാമ്പത്തികമായി ബാങ്കിനുണ്ടാകുന്ന തകർച്ച, അനിൽ നേതൃത്വം നൽകിയ ബാങ്കിനുണ്ടാകുന്ന സാമ്പത്തിക തകർച്ച എന്നുള്ളതാണല്ലോ ചൂണ്ടിക്കാട്ടിയത്. നോക്കൂ, വയനാട്ടിൽ കോൺഗ്രസ് നേതാവായിരുന്ന അവിടുത്തെ DCC ട്രഷററായിരുന്ന NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാങ്ക് നിയമനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതും ഇതും ഒരേ വിഷയം എന്നല്ല.
പക്ഷേ സമാനമായ ഒരു സംഭവമാണോ ഇത് എന്നുള്ള ഒരു സംശയത്തിന് വേണ്ടി ചോദിക്കുകയാണ്. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഒരു ഭാഗത്ത് കാണുന്നത്. അവിടെ പോലീസ് ഉൾപ്പെടെ എത്തിയിരിക്കുകയാണ്. ആളുകൾ ഉൾപ്പെടെ അവിടെ കൂടി നിൽക്കുന്നതും കാണാം. പാർട്ടി സംരക്ഷിച്ചില്ല എന്ന തരത്തിൽ, പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടി സംരക്ഷിച്ചിരുന്നില്ല എന്ന തരത്തിൽ ഈ കെ അനിൽകുമാറിൻ്റെ ആത്മഹത്യാ കുറിപ്പിൽ പരാമർശമുണ്ട് എന്നുള്ള സൂചനകൾ ഉൾപ്പെടെ ഉണ്ട്. അവിടെ പോലീസ് ഉൾപ്പെടെ എത്തിയിരിക്കുകയാണ്. തിരുമലയിൽ നിന്നുള്ള കൗൺസിലറാണ്. അഞ്ജു ജയപ്രകാശ് വിവരങ്ങൾ നൽകുന്നതനുസരിച്ച് വലിയ സാമ്പത്തിക പ്രതിസന്ധി ബാങ്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. തിരുമല സർവീസ് സഹകരണ സംഘം എന്നുള്ള ബോർഡ് കൂടി നമുക്ക് അവിടെ നിന്ന് കാണാനാവുന്നുണ്ട്. അപ്പോൾ അതിനിടയിലാണ് ഈ കൗൺസിലറെ അനിൽകുമാറിനെ മരിച്ച നിലയിൽ, തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആത്മഹത്യ എന്നാണ് ഈ ഘട്ടത്തിൽ പ്രാഥമികമായി മനസ്സിലാക്കാനാകുന്നത്. ഒരുപാട് ആളുകളെയും അവിടെ കാണാനാകുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.